പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ഉണ്ട്. വിജി നമസ്കാരം. നമസ്കാരം. ഈ അനിലിന്റെയും രമ്യയുടെയും കാര്യം നേരത്തെ സാനിയോ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക വിജി? അത് ഒരു വേറെ ഇവിടുന്ന് വന്നിട്ട് 16-ാം വാർഡിലാണ് താമസിക്കുന്നതെന്നും സ്വന്തമായിട്ട് ഭൂമി ഇല്ലാന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് ലൈഫിൽ കൊടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ലൈഫിൽ കൊടുക്കേണ്ട ഇത് ഒരാൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് അവര് നാട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും വന്നപ്പോ കൊടുക്കാന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്തായിട്ട് അവര് വന്നിട്ടില്ല. ഒരു തവണ ഞാൻ അവര് വന്ന് കണ്ടുള്ളു. ഇനിയിപ്പോ ഇവരെ ലൈഫിൽ ചേർക്കാൻ വേറെ രേഖകൾ കൃത്യമാണെങ്കിൽ ചേർക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ലിജി? ഇല്ല. അപ്പൊ അവരെ ചേർക്കാൻ കഴിയുമല്ലോ അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡില് വേറെ വീടൊന്നും ഇല്ലാത്ത പക്ഷം സർക്കാർ ഭൂമിക്ക് ഇത് കൊടുക്കല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഒന്ന് വേഗത്തിൽ ഒന്ന് ചെയ്തു. കാര്യം രണ്ട് പെൺകുട്ടികളാണല്ലോ ഇവർക്ക്. മാത്രമല്ല ഒരു കാര്യം കൂടി, ലിജിക്ക് സാധ്യമാകുമെങ്കിൽ നമുക്കൊരു വാടക വീട് തൽക്കാലം ഇവർക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? അതിന്റെ വാടക എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് 1-2 മാസത്തേക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് മറ്റു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാം. കാര്യം 2 പെൺകുഞ്ഞുങ്ങളാണ്. കാര്യം അവർ ഇനിയും ഓട്ടോയിൽ താമസിക്കരുത്. വൈസ് പ്രസിഡന്റ് കൂടി ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ഒരു വാർഡാണല്ലോ, എന്താ വേണ്ട നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, സാനിയോ എന്തായാലും പ്രസിഡന്റിനെ ബന്ധപ്പെടും. ഓക്കെ, താങ്ക് യു ലിജി മാം. താങ്ക് യു. സാനിയോ, പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത് രേഖകൾ അവിടെ കൊണ്ട് കൊടുത്താൽ അവരെ പഞ്ചായത്ത് കൂടിയിട്ട് അതിനകത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ചട്ടപ്രകാരം ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ വാടക വീടിന്റെ കാര്യവും പഞ്ചായത്തുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. സാനിയോ, എന്തായാലും അവരോട് പറയൂ, നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ അരക്ഷിതമായ ഒരു അവസ്ഥയിൽ കിടക്കാൻ പാടില്ല. ഒരു രാത്രി പോലും കിടക്കാൻ പാടില്ല. ഇന്നലെ അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അവരോട് പറയൂ, അതിനുശേഷം ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറാമെന്നാണ് അദ്ദേഹം പറയുന്നത്. വാടക കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് സാമൂഹ്യ പ്രവർത്തകനായ നൗഷാദ് തെക്കയിൽ നമുക്കിപ്പോൾ ഉണ്ട്. ഇവർക്കൊരു വാടക വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ വാടക ആരെങ്കിലും കൊടുക്കാനുള്ളൊരു സൗകര്യം നമ്മളായിട്ട് ഉണ്ടാക്കി തരാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ല സന്തോഷമുണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇവരെ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഈ റോഡ് സൈഡിലാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവർ ഇവിടെ കിടക്കുകയാണല്ലോ. ഈ മഴയും എപ്പോഴാണ് എന്താ പല വിഷമങ്ങളും അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവർ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു തൽക്കാലം കിടക്കാനുള്ള സമയം ചെയ്താൽ അപ്പോൾ ഏതായാലും ഇത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ആരായാലും സഹായിക്കാൻ പറ്റുന്നത്. വാടക വീട് പെട്ടെന്ന് തന്നെ എടുക്കാം. അത് നമുക്ക് ഇന്ന് തന്നെ നിങ്ങളൊന്ന് പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കാണണം. ഉറപ്പായിട്ടും കാണും. ഞങ്ങൾ അവരുടെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്തായാലും കുട്ടികളെ സ്കൂളിൽ നാളെ മുതൽ വിട്ടേക്കൂ എന്ന് പറയൂ അവരോട്. കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, ഒരു ദിവസം പോലും അവർക്ക് സ്കൂൾ ക്ലാസ് നഷ്ടപ്പെടാതിരിക്കട്ടെ. കുട്ടികളെ നാളെ മുതൽ സ്കൂളിൽ വിടണം എന്നാണ് അദ്ദേഹം പറയുന്നത്, അരുൺ സാർ പറയുന്നത്. എന്തായാലും വിടണം, ഉറപ്പായിട്ടും വിടും. മോൾ എപ്പോഴും കരഞ്ഞിട്ട് പറയും എനിക്ക് സ്കൂളിൽ പോകണം. കാരണം ഞാൻ വണ്ടിയൊക്കെ പോകുന്ന കാണുമ്പോഴത്തേക്കും അമ്മ എൻ്റെ സ്കൂൾ ബസ്സാണ് പോകുന്നത്, എനിക്ക് പോകണമെന്ന്. പക്ഷേ ഇതുവരെ വിടാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ ആണേലും. അദ്ദേഹത്തിന്റെ കൂടി സന്നദ്ധ പ്രവർത്തകനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടി ഒരു വാടക വീട് തൽക്കാലം കണ്ടെത്തി നമ്മളെ അവിടേക്ക് മാറ്റിക്കൊള്ളൂ. നമ്മളൊക്കെ ഒരു സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പാണ്. മനസ്സിലായി. സഹായത്തോടെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. താങ്ക് യു സാനിയോ ആണ് ഇപ്പോൾ അവിടെ നിന്ന് ചേർന്നത്.